ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +2-ലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്റർ ആണ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സെറ്റ് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് അങ്ങനെ 2 ചാപ്റ്റേഴ്സ് നമ്മൾ അവിടെ +1-ൽ പഠിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അപ്പം റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുമ്പം അതിൽ നിങ്ങൾ മുൻപ് പഠിച്ചിട്ടുള്ളതായിട്ടുള്ള ചില കാര്യങ്ങൾ അതൊന്ന് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അതിലാണ് ഒരു ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ 2 സെറ്റ്സുകൾ തമ്മിലുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ. അപ്പോൾ ഇഫ് എ ആൻഡ് ബി ആർ 2 സെറ്റ്സ് ദെൻ എ ക്രോസ് ബി എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് വിത്ത് ഫസ്റ്റ് എലമെന്റ് ഫ്രം എ ആൻഡ് സെക്കൻഡ് എലമെന്റ് ഫ്രം ബി. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ എ ടു ബിയിലെ എല്ലാ എലമെന്റ്സും വരുന്ന രീതിയിൽ എയിൽ ഫസ്റ്റ് എലമെന്റും ബിയിൽ സെക്കൻഡ് എലമെന്റും ആവുന്ന രീതിയിലുള്ള എല്ലാ ഓർഡേർഡ് പെയേഴ്സിന്റെ സെറ്റാണ് എ ക്രോസ് ബി വരുന്നത്. എ ക്രോസ് ബി കഴിഞ്ഞിട്ട് റിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞിട്ടാണ്. എ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്നാണ്. ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ റിലേഷനാണ് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ട് +1-ൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്നിട്ടാണ് പറയുന്നത്. അപ്പോൾ റിലേഷൻ ഫ്രം എ ടു ദ സെറ്റ് ബി, സെറ്റ് എ ടു സെറ്റ് ബി ആയിട്ട് പറയുമ്പോഴാണ് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിട്ട് വരുന്നത്. ഇതും നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു റിലേഷനിൽ എക്സ്ട്രാ നമ്മൾ കണ്ടീഷൻസ് കൊടുക്കുമ്പോഴാണ് അത് ഫംഗ്ഷൻ, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് റിലേഷനാണ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ റിലേഷൻ എന്തായിരുന്നു ഫംഗ്ഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നത്? ഫംഗ്ഷൻ എന്ന് പറയുന്നത് എ ടു ബി ആണെങ്കിൽ, ഫംഗ്ഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ആണെങ്കിൽ നമ്മൾ പറയുന്നത്, ഇവിടെ റിലേഷനിൽ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് എലമെന്റ് എ ടു ബി ആകുമ്പോൾ എപ്പോഴും ഫസ്റ്റ് എലമെന്റ് എയിലും സെക്കൻഡ് എലമെന്റ് ബിയിലുമാണ്. റിലേഷനിൽ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി എന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഫംഗ്ഷൻ പറയുമ്പോൾ എയിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് വേണം, വൺ ആൻഡ് ഓൺലി ഇമേജ്. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ എലമെന്റ്സ്, അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടാവുക. ഓൾ എലമെന്റ്സ് ഓഫ് സെറ്റ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുന്നത്. വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് എന്ന് പറയുമ്പോൾ എല്ലാ എലമെന്റ്സും എയിലെ എല്ലാ എലമെന്റ്സിനും ഇമേജ് ഉണ്ടാവണം, അത് സിംഗിൾ ഇമേജ് ആയിരിക്കും വേണം. ആ ഒരു രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ റിലേഷൻ അതിൻ്റെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ കൂടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഫംഗ്ഷൻ ആയിട്ട് പറഞ്ഞു. ഇത്രയും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഡൊമെയിൻ, റേഞ്ച്, കോഡൊമെയിൻ എന്ന് പറയുന്ന ടേംസും പഠിച്ചിട്ടുണ്ട്. അപ്പം നമ്മളൊരു റിലേഷൻ എഴുതുമ്പോൾ റിലേഷനിലെ ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് പറയുന്നത്. സെക്കൻഡ് എലമെന്റ്സിന്റെ സെറ്റാണ് റേഞ്ച് എന്ന് പറയുന്നത്. പിന്നെന്താ പഠിച്ചിട്ടുള്ളത്? കോഡൊമെയിൻ എന്ന വേർഡ് വരുന്നത് സെക്കൻഡ് സെറ്റ് ആണ്. കോഡൊമെയിൻ എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റ്. അപ്പോൾ റിലേഷൻ ഫ്രം എ ടു ബി ആണെങ്കിൽ ഡൊമെയിൻ എന്ന് പറയുന്ന ഫസ്റ്റ് എലമെന്റ്സിന്റെ സെറ്റ് ആയതുകൊണ്ട് തന്നെ റിലേഷനിൽ അതെപ്പോഴും എയുടെ സബ്സെറ്റ് ആയിരിക്കും. റേഞ്ച് എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ബി എന്ന് പറയുന്ന സെറ്റിനെയാണ് കോഡൊമെയിൻ എന്ന് നമ്മൾ പറയുന്നത്, സെക്കൻഡ് സെറ്റിനെയാണ്. ഡൊമെയിൻ ഈസ് എ സെറ്റ് ഓഫ് ഓൾ ഫസ്റ്റ് എലമെന്റ്, റേഞ്ച് ഇസ് എ സെറ്റ് ഓഫ് ഓൾ സെക്കൻഡ് എലമെന്റ്, കോഡൊമെയിൻ ഈസ് എ സെക്കൻഡ് സെറ്റ് ആയിട്ട് പറയാം. അപ്പോൾ ഇതിൽ തന്നെ ഫംഗ്ഷൻ വരുമ്പോൾ ഡൊമെയിൻ എന്താണെന്നുള്ളതും നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഒന്നും കൂടി ഫംഗ്ഷൻ ടോപ്പിക് വരുമ്പോൾ ഒന്നും കൂടി ഡിസ്കസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ റിലേഷനെ കുറിച്ചാണ് ആദ്യം പറയാൻ പോകുന്നത്. റിലേഷൻ ഫ്രം എ ടു ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എലമെന്റ് എയിലും സെക്കൻഡ് എലമെന്റ് ബിയിലും വരുന്ന സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എന്ന് പറയാൻ പറ്റും. പക്ഷേ ഇൻ വിച്ച് ദർ ഇസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് എലമെന്റ് ആൻഡ് സെക്കൻഡ് എലമെന്റ്. ഒരു ഓർഡേർഡ് പെയർ, ഒരു ഓർഡേർഡ് പെയർ എ ബി എഴുതുമ്പോൾ എ ഫ്രം സെറ്റ് എ, ബി ഫ്രം സെറ്റ് ബി എന്നിട്ട് നമ്മൾ പറയുന്നത് ദർ ഷുഡ് ബി എ റിലേഷൻ ബിറ്റ്വീൻ എ ആൻഡ് ബി. എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറഞ്ഞ ഡെഫിനേഷൻ +1-ൽ പഠിച്ചിരിക്കുന്നത്. അപ്പം റിലേഷനും ഫംഗ്ഷനും എല്ലാം നമ്മൾ ഡെഫിനേഷൻ പഠിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ടൈപ്സ് ഓഫ് റിലേഷൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഏതൊക്കെ റിലേഷൻസ് ആണ് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും സിമ്പിളായിട്ട് വരുന്ന ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇപ്പോൾ റിലേഷൻ ഇൻ എ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. റിലേഷൻ ഇൻ എ എന്ന് പറയും. നമ്മൾ അവിടെ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് റിലേഷൻ ഫ്രം എ ടു ബി ആണ്. റിലേഷൻ ഫ്രം സെറ്റ് എ ടു സെറ്റ് ബി ആണ് പറഞ്ഞത്. റിലേഷൻ ഫ്രം സെറ്റ് എ ടു ബി, സെറ്റ് ബി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെറ്റ് എയും സെക്കൻഡ് സെറ്റ് ബിയും, ഫസ്റ്റ് എലമെന്റ് ഫ്രം എ, സെക്കൻഡ് എലമെന്റ് ഫ്രം ബി എന്നൊക്കെയാണ് പറഞ്ഞത്. ഇപ്പോൾ റിലേഷൻ ഇൻ എ സെറ്റ് എ എന്ന് പറയുമ്പോൾ ഇവിടെ സിംഗിൾ സെറ്റേ ഉള്ളൂ. ആ സെറ്റ് തന്നെയാണ് സെക്കൻഡ് സെറ്റ് ആയിട്ടും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെറ്റും എ ആണ്, സെക്കൻഡ് സെറ്റും എ ആണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ദാറ്റ് റിലേഷൻ എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് വാട്ട്?
എ ക്രോസ് എ ആയിട്ട് വരും. കണ്ടോ? റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആണ്. അപ്പോൾ റിലേഷൻ ഇൻ എ എന്ന് പറയുമ്പോൾ ദ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻ പറയുമ്പോൾ റിലേഷൻ ഇൻ എ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ റിലേഷൻ്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അപ്പോൾ റിലേഷൻ ഇൻ എ എന്ന് പറയുമ്പോൾ ദാറ്റ് റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആണ്, അല്ലേ? എ ക്രോസ് എയുടെ സബ്സെറ്റ് ആയിട്ട് റിലേഷൻ വരും. അപ്പോൾ അങ്ങനെ തന്നെ പറയുമ്പോൾ നമുക്കൊരു എംപ്റ്റി റിലേഷനും അതുപോലെ തന്നെ യൂണിവേഴ്സൽ റിലേഷനും പറയാൻ പോവാണ്. ടൈപ്സ് ഓഫ് റിലേഷനിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന എംപ്റ്റി റിലേഷൻ ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻസ് ആണ് കേട്ടോ. എംപ്റ്റി ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻസ്. ഇപ്പോൾ എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്, ഇപ്പോൾ റിലേഷൻ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കേസ്, സബ്സെറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. ഏതോ ഒരു സെറ്റ് തന്നു അതിൻ്റെ സബ്സെറ്റ് എഴുതാനും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പഠിച്ചൊരു കൺസെപ്റ്റാണ് ഫൈവ് ഈസ് എ സബ്സെറ്റ് ഓഫ് എന്ന് പറഞ്ഞിട്ട് പഠിക്കില്ല. എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ് ഫൈവ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദ സെറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ സബ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു എ എന്ന് പറഞ്ഞ ഒരു സെറ്റിൻ്റെ സബ്സെറ്റ് ആയിട്ട് ഫൈയും എയും നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എ ക്രോസ് എയുടെ സബ്സെറ്റ് അല്ലേ ഫൈവ്? ഫൈവ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആണ്. അപ്പോൾ ഫൈവ് ഒരു എംപ്റ്റി റിലേഷൻ ആണ്. അത് മെമ്പേഴ്സ് ഇല്ലാത്തതുകൊണ്ട് തന്നെ എംപ്റ്റി റിലേഷൻ ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ എംപ്റ്റി റിലേഷൻ എന്ന് പറഞ്ഞാൽ ഫൈവ് ആണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു റിലേഷൻ മെൻഷൻ ചെയ്തിട്ട് അതിനകത്ത് എലമെന്റ്സ് വരുന്നില്ലെങ്കിൽ ദാറ്റ് റിലേഷൻ ഈസ് എംപ്റ്റി റിലേഷൻ. അതേപോലെ തന്നെ ദ സെറ്റ് ഇറ്റ് സെൽഫ് ഈസ് എ സബ്സെറ്റ് എന്ന് പറയുന്നുണ്ട്. അതിന് ഈക്വൽ ആയിട്ട് ഇവിടെ നമുക്ക് എന്ത് പറയാം? എ ക്രോസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ, അല്ലേ? അപ്പോൾ എ ക്രോസ് എയും എന്താണ്? ഒരു റിലേഷനാണ്. ഫൈവ് ഒരു റിലേഷനാണ്, എ ക്രോസ് എ ഒരു റിലേഷനാണ്. ഫൈവ് റിലേഷനെയാണ് നമ്മൾ എംപ്റ്റി റിലേഷൻ എന്ന് പറയുന്നത്. എ ക്രോസ് എ റിലേഷനെയാണ് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ റിലേഷനും എംപ്റ്റി റിലേഷൻ എന്ന് പറയുമ്പോൾ ഫൈവ് എന്ന് റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ മീനിങ് ദർ ഇസ് നോ എലമെന്റ് ഇൻ ദാറ്റ് സെറ്റ് എന്നും, എ ക്രോസ് എ എന്നുള്ള യൂണിവേഴ്സൽ റിലേഷനിൽ ഓൾ എലമെന്റ്സ് ഓഫ് എ ക്രോസ് എ എന്ന് പറയുന്നത്. അപ്പോൾ അതിന്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊരു റിലേഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ അതിൽ ഒരു മെമ്പർ പോലും ഇല്ലെങ്കിൽ ദാറ്റ് റിലേഷൻ ഇസ് എംപ്റ്റി എന്നും, ഒരു റിലേഷൻ സ്പെസിഫൈ ചെയ്യുമ്പോൾ എല്ലാ മെമ്പേഴ്സും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ദാറ്റ് റിലേഷൻ ഇസ് യൂണിവേഴ്സൽ റിലേഷൻ എന്നും പറയാം. അപ്പോൾ റിലേഷനിൽ മെമ്പേഴ്സ് ഒന്നും വരുന്നില്ലെങ്കിൽ എംപ്റ്റി റിലേഷനും, എല്ലാ മെമ്പേഴ്സും അതിൽ ഇൻക്ലൂഡഡ് ആണെങ്കിൽ ദാറ്റ് റിലേഷൻ ഇസ് യൂണിവേഴ്സൽ റിലേഷൻ. അപ്പോൾ എംപ്റ്റി റിലേഷൻ ആൻഡ് യൂണിവേഴ്സൽ റിലേഷൻ എന്നാണ് ഡെഫിനേഷൻ. എംപ്റ്റി റിലേഷൻ എന്താ? ഫൈവ് ഇസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. ദിസ് ഫൈവ് ഈസ് കോൾഡ് എംപ്റ്റി റിലേഷൻ ആൻഡ് എ ക്രോസ് എ ഇസ് ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ. ഇറ്റ് ഈസ് ദി യൂണിവേഴ്സൽ റിലേഷൻ. അപ്പം നമുക്കൊരു കൺഫ്യൂഷൻ വരാം, ഇനി ഇതിനകത്തും എന്താ പറയുക, റിലേഷനിൽ എംപ്റ്റി റിലേഷൻ ആണോ ഉണ്ടാവൂ എന്നൊക്കെ ഒരു സംശയം വരാമല്ലോ, അല്ലേ? അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എംപ്റ്റി റിലേഷൻ ഉണ്ടോ എന്നൊന്ന് നോക്കാമല്ലോ. ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് എ ഈക്വൽ ടു സെറ്റ് 1 2 3. എ ഈക്വൽ ടു സെറ്റ് 1 2 3യിൽ ഞാനൊരു റിലേഷൻ പറയാൻ പോവാണ്. റിലേഷൻ ഇൻ എ ആണ്. റിലേഷൻ ഇൻ എ ഇസ് ഡിഫൈൻഡ് ആസ് ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് എ ബി. എല്ലാ ഓർഡേർഡ് പെയറും വരുന്നുണ്ട് സച്ച് ദാറ്റ് ദർ ഷുഡ് ബി എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്നല്ലേ. എ മൈനസ് ബി ഈസ് ഈക്വൽ ടു 10. എ മൈനസ് ബി ഈക്വൽ ടു 10 എന്ന് വരുന്ന രീതിയിലുള്ള എ ബി പെയേഴ്സ് ആണ് നമ്മൾ ഇതിനകത്ത് നിന്ന് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരാറുണ്ട് സാധാരണ എ എന്ന് പറയുമ്പോൾ. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1 2 3, ദെൻ സെക്കൻഡ് സെറ്റും എ ഇറ്റ് സെൽഫ് ആണ്. അപ്പോൾ എ ഈക്വൽ ടു 1 2 3 എന്ന് റഫായിട്ട് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്താൽ നമുക്ക് ആ പെയേഴ്സ് പെട്ടെന്ന് തന്നെ ഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ 1 1 അല്ലേ, നമുക്ക് എങ്ങനെയാണ് ഓർഡർ പെയേഴ്സ്? 1 1 1 2 1 3 2 1 2 2 2 3, then 3 1 3 2 3 3 3 1 3 2 3 3. അതാണ് ക്രോസ് പ്രൊഡക്റ്റിൽ വരുന്നത്. ക്രോസ് പ്രൊഡക്റ്റിലെ എല്ലാ മെമ്പേഴ്സും ഈ റിലേഷനിൽ വേണ്ട. ഏതൊക്കെ ഓർഡർ പെയേഴ്സ് കൺസിഡർ ചെയ്യണം? എ മൈനസ് ബി ഈക്വൽ ടു 10 എന്ന് പറയുന്ന റിലേഷനിൽ വരണം ഉള്ള നമ്പേഴ്സ് മാത്രമേ ഇതിനെടുക്കാൻ പറ്റുള്ളൂ. ഞാനിവിടെ ഡീറ്റെയിൽ ആയിട്ട് ആ എ ക്രോസ് എഴുതുകയാണെങ്കിൽ എങ്ങനെ വരാം? 1 1 1 2 1 3 2 1 2 2 2 3, then 3 1 3 2 3 3. ഇതാണ് എ ക്രോസയിലെ മെമ്പേഴ്സ് കേട്ടോ. ഈ എ ക്രോസയിലെ മെമ്പേഴ്സിൽ എ മൈനസ് ബി, ദാറ്റ് മീൻസ് ദ ഡിഫറൻസ് ഫസ്റ്റ് എലമെന്റ് മൈനസ് സെക്കൻഡ് എലമെന്റ് ഇസ് ഈക്വൽ ടു 10 എന്ന് വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ ഇതിനകത്തുണ്ടോ? ഓർഡേർഡ് പെയർ 1 മൈനസ് 1 അല്ല, 1 മൈനസ് 2 1 മൈനസ് 3. ഫസ്റ്റ് മൈനസ് സെക്കൻഡ് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എ മൈനസ് ബി എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, ഡിഫറൻസും അല്ല.
ഇപ്പോൾ 2 - 1, 2 - 2, 2 - 3 ഇതൊന്നും 10 ആവുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു റിലേഷൻ എടുക്കുമ്പോൾ ദാറ്റ് റിലേഷൻ അത് എന്ത് റിലേഷനായിട്ട് മാറും? എംപ്റ്റി. കാരണം എന്താ അതിലൊരു മെമ്പർ പോലും നമുക്ക് കിട്ടുന്നില്ല. സോ ദിസ് ഈസ് എൻ എംപ്റ്റി റിലേഷൻ. അപ്പോൾ ആ ക്രോസ് പ്രൊഡക്റ്റിൽ ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുത്താൽ നമുക്ക് എംപ്റ്റി റിലേഷൻ ഫോം ചെയ്യാൻ പറ്റും. ഇപ്പോൾ എംപ്റ്റി റിലേഷൻ നമുക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പല്ലേ? 5 ഈസ് എ സബ്സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എംപ്റ്റി റിലേഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എംപ്റ്റി റിലേഷൻസ് പറയാൻ പറ്റും കേട്ടോ. അതേപോലെ തന്നെ യൂണിവേഴ്സൽ റിലേഷനും എല്ലാ എലമെന്റ്സും ഉള്ള റിലേഷൻഷിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷൻ എന്തായിട്ട് മാറും? യൂണിവേഴ്സൽ റിലേഷനായിട്ട് മാറും. ഇനി ഒരു റിലേഷനിൽ ഇപ്പോൾ എ ബി എന്ന ഒരു ഓർഡേർഡ് പെയർ ഒരു റിലേഷനിൽ വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു നൊട്ടേഷൻ കൊടുക്കുന്നുണ്ട്. എ ഈസ് റിലേറ്റഡ് ടു ബി അണ്ടർ ദ റിലേഷൻ ആർ എന്നാണ്. ഏതെങ്കിലും ഒരു റിലേഷൻ നമ്മൾ സ്പെസിഫൈ ചെയ്യുക. ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ സ്പെസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ ഓർഡേർഡ് പെയേഴ്സ് കിട്ടാം. എംപ്റ്റി റിലേഷൻ അല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഇതിനകത്ത് വരുന്ന ഫസ്റ്റ് പെയർ ആ റിലേഷനിൽ ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ എ ബി ഈസ് എ മെമ്പർ ഓഫ് ദാറ്റ് റിലേഷൻ എന്ന് നമുക്ക് അറിയുമെങ്കിൽ അതിനൊരു നൊട്ടേഷൻ വരുന്നുണ്ട്. എ ഈസ് റിലേറ്റഡ് ടു ബി. എ സ്മോൾ ലെറ്റർ ക്യാപിറ്റൽ ആർ ആ റിലേഷനാണ് ആർ, ദെൻ ബി എന്ന് പറയും. എ ഈസ് റിലേറ്റഡ് ടു ബി. അപ്പോൾ ഇങ്ങനെ ഒരു നൊട്ടേഷൻ വരുന്നുണ്ട്. ഇതിൻ്റെ മീനിങ് നമ്മൾ ഏത് റിലേഷൻഷിപ്പ് ആണോ ആർ മെൻഷൻ ചെയ്ത് ആ റിലേഷൻഷിപ്പ് അനുസരിച്ച് എ ഈസ് റിലേറ്റഡ് ടു ബി എന്നാണ്. നമ്മൾ മെൻഷൻ ചെയ്യുന്ന റിലേഷൻഷിപ്പ് അനുസരിച്ചാണ് എ ഈസ് റിലേറ്റഡ് ടു ബി കേട്ടോ. അതുകൊണ്ടാണ് എ ആർ ബി എന്ന്. എ ആർ ബി എന്ന് എഴുതുമ്പോൾ നൊട്ടേഷൻ എ ഈസ് റിലേറ്റഡ് ടു ബി അണ്ടർ ദ റിലേഷൻ ആർ എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു നൊട്ടേഷൻ കൂടി നിങ്ങൾക്ക് പരിചയം വരണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. നൊട്ടേഷൻ പറഞ്ഞു. ഇനി മോർ ദാൻ വൺ റിലേഷൻ ഒക്കെ പറയാം. ഇപ്പോൾ ഒരു സെറ്റ് എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് തന്നെ എടുത്തിട്ട് മോർ ദാൻ 1, 2, 3 ഒക്കെ റിലേഷൻസ് പറയുമ്പോൾ നമുക്ക് എല്ലാ റിലേഷനും ആർ 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 എന്ന് കൊടുക്കാൻ പറ്റില്ല. അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ R1, R2, സെക്കൻഡ് റിലേഷൻ R2, തേർഡ് റിലേഷൻ R3 അങ്ങനെ യൂസ് ചെയ്യാം. ആർ ആർ ഡാഷ് എന്നൊക്കെ പറഞ്ഞ് 2 റിലേഷൻസ് ആണെങ്കിൽ ആർ ആർ ഡാഷ് യൂസ് ചെയ്യാം. അതൊക്കെ നമുക്ക് ആ റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. എല്ലാം ആർ തന്നെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂസ്ഡ് ആവും. അതുകൊണ്ട് R1, R2 എന്നൊക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ നൊട്ടേഷൻ വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റണം. എ R1 ബി എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? എ ഈസ് റിലേറ്റഡ് ടു ബി അണ്ടർ ദ റിലേഷൻ R1. അപ്പോൾ R1 എന്ന റിലേഷൻ എന്താണോ മെൻഷൻ ചെയ്യുന്നത് ആ റിലേഷൻ അനുസരിച്ച് എ റിലേറ്റഡ് ടു ബി ആയിട്ട് വരും. അതാണ് ഞാൻ പറഞ്ഞത്. മോർ ദാൻ 1, 2, 3 ഒക്കെ റിലേഷൻസ് വരുമ്പോൾ നമുക്ക് R1, R2, R3 സിംഗിൾ റിലേഷനെ പറയുന്നുള്ളൂ എങ്കിൽ നമുക്ക് ആർ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അതും നിങ്ങളുടെ ഓർമ്മയിൽ വരണേ. ഇപ്പോൾ ടൈപ്സ് ഓഫ് റിലേഷനിൽ നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് എംപ്റ്റി റിലേഷനും യൂണിവേഴ്സൽ റിലേഷനും. ഇപ്പോൾ ഡെഫിനിഷൻ പറയുമ്പോൾ ഫൈ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ, ഇറ്റ് ഈസ് കോൾഡ് എംപ്റ്റി റിലേഷൻ. എ ക്രോസ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ, ഇറ്റ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ റിലേഷൻ. ഇനി നമ്മൾ റിലേഷൻഷിപ്പിൽ നമുക്കൊരു മെയിൻ ടോപ്പിക് വരുന്നുണ്ട്, ഇക്വലൻസ് റിലേഷൻ. ഇക്വലൻസ് റിലേഷൻ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാറുണ്ട്. വെരിഫൈ ദാറ്റ് ഇസ് വെദർ ഇറ്റ് ഈസ് എൻ ഇക്വലൻസ് റിലേഷൻ ഓർ നോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുമ്പോൾ അതിന് 3 കണ്ടീഷൻസ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് പറയേണ്ടത് റിഫ്ലെക്സീവ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. വെദർ ദ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ് ഓർ നോട്ട്. റിഫ്ലെക്സീവ് റിലേഷൻ. ദെൻ സെക്കൻഡ്ലി സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ. And third one is transitive relation. Transitive relation. അപ്പോൾ നമ്മൾ ഇക്വലൻസ് റിലേഷൻ്റെ ഡെഫിനേഷൻ ഇതാണ്. ഇഫ് എ റിലേഷൻ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ് ദെൻ ഇറ്റ് ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ എന്നാണ്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ നമുക്കത് ഇക്വലൻസ് റിലേഷൻ എന്ന് ക്ലിയർ ആയിട്ട് പറയാം. അപ്പോൾ നമുക്ക് ഡെഫിനിഷൻ ബൈ ഹാർട്ട് പഠിക്കേണ്ടത് റിഫ്ലെക്സീവ് റിലേഷൻ എന്താണെന്നും സിമെട്രിക് റിലേഷൻ എന്താണെന്നും ട്രാൻസിറ്റീവ് റിലേഷൻ എന്താണെന്നാണ്. അപ്പോൾ ഇത് 3 റിലേഷൻഷിപ്പും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞാൽ നമുക്ക് വെരിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നോ എന്ന് വന്നാൽ അപ്പോൾ റിഫ്ലെക്സീവ് റിലേഷൻ അല്ലെങ്കിൽ നമുക്ക് ക്ലിയർ ആയിരിക്കും ഇക്വലൻസ് റിലേഷൻ അല്ല. ഇപ്പോൾ സിമെട്രിക് അല്ലെങ്കിൽ അത് ഇക്വലൻസ് അല്ല, ട്രാൻസിറ്റീവ് അല്ലെങ്കിൽ അത് ഇക്വലൻസ് അല്ല. സോ ഇക്വലൻസ് റിലേഷൻ മീൻസ് വാട്ട്? എ റിലേഷൻ വിച്ച് ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. ഇപ്പോൾ 3 ടൈപ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് റിലേഷനെ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുക. അപ്പോൾ നമുക്ക് അതിലെ കണ്ടീഷൻസ് ഒന്ന് നോക്കണമല്ലോ. എന്താണ് റിഫ്ലെക്സീവ്, എന്താണ് സിമെട്രിക്, എന്താണ് ട്രാൻസിറ്റീവ് അറിയണമല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ടോപ്പിക്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ്.
എപ്പോഴാണ് നമ്മളൊരു റിലേഷനെ റിഫ്ലെക്സീവ് എന്ന് വിളിക്കുന്നത്? അപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ. എപ്പോഴാണ് നമ്മളൊരു റിലേഷനെ റിഫ്ലെക്സീവ് എന്ന് വിളിക്കുന്നത്? റിഫ്ലെക്സീവിന്റെ ഡെഫിനേഷൻ പറയുന്നതാണ് എ റിലേഷൻ ആർ ഇൻ എ. ആർ ഇൻ എ എന്ന് പറയുമ്പോൾ എ ടു എ, ഇപ്പോൾ ഫസ്റ്റ് സെറ്റും എ, സെക്കൻഡ് സെറ്റും എ, ഈസ് റിഫ്ലെക്സീവ് ഇഫ് എ കൊമ എ ബിലോങ്സ് ടു ആർ ഫോർ എവറി എ ബിലോങ്സ് ടു എ. നമ്മൾ ഡെഫിനേഷൻ എഴുതുമ്പോൾ എങ്ങനെയാണ് പറയുക? എ കൊമ എ ബിലോങ്സ് ടു ആർ ഫോർ എവറി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. എ ആണ് നമ്മളുടെ സെറ്റ് എന്ന് പറഞ്ഞു നോക്കൂ. ഫസ്റ്റ് എലമെന്റ് എ, സെക്കൻഡ് എലമെന്റ് എ. അപ്പോൾ എ ബിലോങ്സ് ടു ആർ എന്ന് പറയുമ്പോൾ ആ റിലേഷനിൽ ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും സെയിം ആയിട്ട് വരുന്ന ഓർഡർഡ് പെയർ വേണം. അത് വേണം എന്നല്ല, ഒരെണ്ണം മാത്രം പോരാ. ഫോർ എവറി എ ബിലോങ്സ് ടു എ എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താണോ സെറ്റ് മെൻഷൻ ചെയ്യുന്നത് ആ ഗിവൺ സെറ്റിലെ എല്ലാ എലമെന്റ്സിന്റെയും ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും സെയിം ആവുന്ന രീതിയിലുള്ള മെമ്പേഴ്സ് വേണം. അതും അല്ലെങ്കിൽ എ ഈസ് റിലേറ്റഡ് ടു എ എന്ന് പറഞ്ഞാൽ ഒരു എലമെന്റ് ആ എലമെന്റിനോട് തന്നെ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാൻ പറ്റണം എന്ന് പറയുന്ന റിലേഷനാണ് റിഫ്ലെക്സീവ്. ഇനി അതിന് കൺഫ്യൂഷൻ വരികയാണെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ പറയാം. എ ഈക്വൽ ടു സെറ്റ് 1 2 3. നമ്മൾ അതിലൊരു റിലേഷൻ മെൻഷൻ ചെയ്യാണ്. ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എങ്ങനെയാണ് പറയുന്നത്? റിലേഷൻ ഇൻ ദ സെറ്റ് എ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ റിലേഷനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയർ എ ബി സച്ച് ദാറ്റ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. റിലേഷനിൽ ഒരു ഓർഡേർഡ് പെയർ എഴുതണമെങ്കിൽ കണ്ടീഷൻ എന്താണ്? ഫസ്റ്റ് എലമെന്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എലമെന്റ് ലെസ് ആവുന്ന കേസും വരുന്നുണ്ട്, ഈക്വൽ ആവുന്ന കേസും വരുന്നുണ്ട്. അങ്ങനെയുള്ള ഓർഡേർഡ് പെയേഴ്സ് ഈ സെറ്റിനകത്ത് ഉണ്ടാവണം. അങ്ങനെ വരുമ്പോഴാണ്, അതാണ് ആ റിലേഷൻ എന്ന് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിലെ മെമ്പേഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ് വിച്ച് സാറ്റിസ്ഫൈസ് ദ കണ്ടീഷൻ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എ എന്ന് പറയുന്നത് ഫസ്റ്റ് എലമെന്റും ബി ഈസ് ദ സെക്കൻഡ് എലമെന്റ്. അപ്പൊ ഫസ്റ്റ് എലമെന്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദ സെക്കൻഡ് എലമെന്റ് എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ നമുക്ക് എല്ലാ ഓർഡേർഡ് പെയറും ഈ റിലേഷനിൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം. അപ്പൊ നമുക്ക് ഏതൊക്കെ ഓർഡേർഡ് പെയർ ഇൻക്ലൂഡ് ചെയ്യിക്കാം? ഫസ്റ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ലെസ് ആവുന്നതും എടുക്കാം, ഈക്വൽ ആവുന്നതും എടുക്കാം, ടു സെക്കൻഡ് എന്നുള്ളത്. അപ്പോൾ 1 ഈസ് ഈക്വൽ ടു 1 വരുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. 1 2 എടുത്തൂടെ? 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് എഴുതാം. 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. ദെൻ 1 3 എടുക്കാലോ. 1 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എടുക്കാം. അപ്പോൾ 1 1 1 2 1 3 എടുക്കാൻ പറ്റുന്നുണ്ട്. 1 1 1 2 1 3 ഈസ് പോസിബിൾ. അപ്പോൾ 1 1 1 2 1 3 നമ്മൾ ഓർഡേർഡ് പെയർ എടുത്തു. ഇനി സെക്കൻഡ് എലമെന്റ് 2 ആണ്. 2 സാറ്റിസ്ഫൈഡ് ആവുന്ന നോക്കൂ. ഇപ്പോൾ 3 നമ്മൾ എലമെന്റ്സ് ആയി. 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എഴുതാൻ പറ്റില്ല അല്ലേ? 2 വിത്ത് 1 2 വിത്ത് 2 2 വിത്ത് 3 പെയർ ചെയ്യുമ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇത് പോസിബിൾ അല്ല. അപ്പോൾ 2 1 എന്ന് പറയുന്ന പെയർ ഇതിനകത്ത് നമുക്ക് എഴുതാൻ പറ്റില്ല. അപ്പം നമുക്ക് ഈ ഒരു പെയർ നമുക്ക് അവോയ്ഡ് ചെയ്യണം. ദെൻ 2 2 എഴുതാൻ പറ്റണമെങ്കിൽ 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 വരണം. 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 നമുക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ ദ പെയർ ഈസ് 2 2. കണ്ടോ? ദെൻ 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. ഇത് കറക്റ്റ് ആണ്. അപ്പോൾ 2 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 വന്നതുകൊണ്ട് ഓർഡേർഡ് പെയർ 2 3 വന്നു. ദെൻ നെക്സ്റ്റ് എന്ത് കൊടുക്കാം? അപ്പോൾ 2ൽ പോസിബിൾ ആയിട്ടുള്ള നമ്മൾ ഓർഡേർഡ് പെയർസ് എല്ലാം എടുത്തു. ദെൻ നെക്സ്റ്റ് 3ൽ പോസിബിൾ ആയിട്ടുള്ള നോക്കൂ. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 പോസിബിൾ ആണോ? അല്ല. 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇതും പോസിബിൾ അല്ല. നമ്മൾ പറഞ്ഞ കണ്ടീഷൻ അനുസരിച്ച് ഫസ്റ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെക്കൻഡ് എന്ന് എടുക്കുമ്പോൾ ഇത് പോസിബിൾ അല്ല. ഫസ്റ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സെക്കൻഡിൽ 3 3 പോസിബിൾ ആണ് അല്ലേ? അപ്പം നമുക്കിവിടെ ഏതും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കാം, 3 3 വരാം. അപ്പോൾ ഈ റിലേഷനിലുള്ള ഏതൊക്കെ ഓർഡേർഡ് പെയർസ് വന്നു? 1 1 1 2 1 3 2 2 2 3 3 3. ഇവിടെയാണ് ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് റിഫ്ലെക്സീവ് റിലേഷൻ ആണോ? റിഫ്ലെക്സീവ് റിലേഷൻ ആണോ നമുക്ക് എങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും നോക്കൂ. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ നമ്മളെ ഡെഫിനിഷൻ എന്താണ്? 1 1 2 2 3 3 എന്നുള്ള ഫോമിലുള്ള മെമ്പേഴ്സ് അതിനകത്ത് വേണം. ഈ ഒരു കണ്ടീഷൻ അണ്ടർലൈൻ ചെയ്ത കണ്ടീഷൻ ചെക്ക് ചെയ്യുക. ഫോർ എവറി എ ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ ആ സെറ്റിനകത്തുള്ള എല്ലാ എലമെന്റ്സിനും നമ്മൾ അങ്ങനെ 1 1 2 2 പാറ്റേണിലുള്ള വരണം. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന സെറ്റ് ഏതാ? 1 2 3 എന്ന് പറയുന്ന സെറ്റാണ്. 1 എന്ന് പറയുന്ന എലമെന്റിന് 1 1 അതിനകത്തുണ്ട്. കണ്ടോ?
2 എന്ന് പറയുന്ന എലമെന്റിന് 2 2 ഇവിടെ ഉണ്ടല്ലോ. 3 എന്ന് പറയുന്ന എലമെന്റിന് 3 3. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാം? എങ്ങനെ നമുക്ക് ഡെഫിനിഷൻ എഴുതാം? എ ബിലോങ്സ് ടു ദ റിലേഷൻ മാത്രം എഴുതിയാൽ പോരാ. ഏതാണ് എ എന്നുള്ളത് അവിടെ ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കണം. ഫോർ എവരി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. ക്യാപിറ്റൽ എ ആണ് നമ്മൾ സെറ്റ് എടുത്തിരിക്കുന്നത്. ദെർഫോർ ആർ ഈസ് റിഫ്ലെക്സീവ്. കണ്ടോ? ഇപ്പൊ റിഫ്ലെക്സീവ് റിലേഷൻഷിപ്പ് വരുന്നത് എങ്ങനെയാണ്? ഏത് സെറ്റാണോ കൺസിഡർ ചെയ്യുന്നത് ആ സെറ്റിനകത്തുള്ള എല്ലാ മെമ്പേഴ്സും നമ്മൾ ആ സെറ്റിനോട് റിലേഷൻ ആ എലമെന്റിനോട് തന്നെ കാണിച്ചിരിക്കണം. ഇപ്പൊ 1 ഈസ് റിലേറ്റഡ് ടു 1, 2 ഈസ് റിലേറ്റഡ് ടു 2, 3 ഈസ് റിലേറ്റഡ് ടു 3. അപ്പൊ നമുക്കിതിനെ ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് കുറച്ചും കൂടി ഒന്നിച്ചെഴുതാൻ നല്ലത്. അല്ലാതെ നമുക്ക് 1 1 ബിലോങ്സ് ടു ആർ, 2 2 ബിലോങ്സ് ടു ആർ, 3 3 ബിലോങ്സ് ടു ആർ. ഇപ്പോൾ മോർ ദാൻ 3 4 5 6 ഒക്കെ ഉള്ള സെറ്റൊക്കെ വരുമ്പോൾ നമുക്കിത് ഇങ്ങനെ എഴുതുന്നത് ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ ഏറ്റവും നല്ലത്? ജനറൽ ആയിട്ട് എഴുതാം. ജനറൽ ആയിട്ട് എഴുതുമ്പോൾ എ ബിലോങ്സ് ടു ആർ, ഫോർ എവരി എ ബിലോങ്സ് ടു എ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ഇതെല്ലാം ഈ ഒരു കണ്ടീഷൻ എല്ലാ എലമെന്റ്സിനും സാറ്റിസ്ഫൈഡ് ആയിരുന്നുള്ള മീനിങ് വന്നു. Therefore R is reflexive. ഇങ്ങനെ സെപ്പറേറ്റ് എല്ലാ പെയേഴ്സും അതിനകത്തുണ്ട് എന്ന് പറയുന്നതിന് ഈക്വൽ ആയിട്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്? എ ബിലോങ്സ് ടു ആർ, ഫോർ എവരി എ ബിലോങ്സ് ടു എ. നമ്മളെ ഡെഫിനിഷൻ അതേപോലെ തന്നെ വന്നു. Therefore R is reflexive. ഇപ്പോൾ റിഫ്ലെക്സീവ് ആണോ അല്ലയോ എന്നുള്ള വെരിഫൈ ചെയ്യാനുള്ള കണ്ടീഷനാണ് ഈ പറഞ്ഞത് കേട്ടോ. അപ്പോൾ റിഫ്ലെക്സീവിന്റെ ഡെഫിനിഷൻ മനസ്സിലായോ? എന്താണ് റിഫ്ലെക്സീവിന്? ഏത് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു ആ സെറ്റിലെ എലമെന്റ്സ് ആ എലമെന്റ്സിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ ആ എലമെന്റിനോട് തന്നെ റിലേറ്റഡ് ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ റിലേഷൻ എന്താണെന്ന് പറയാം? റിഫ്ലെക്സീവ് ആണെന്ന് പറയാം അല്ലേ? അപ്പോൾ റിഫ്ലെക്സീവ് റിലേഷന്റെ ഡെഫിനിഷൻ മനസ്സിലായോ? കുറേ എക്സാമ്പിൾസ് നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ ഞാനത് ഒന്നിച്ച് റിഫ്ലെക്സീവ്, സിമ്മട്രിക്, ട്രാൻസിറ്റീവ് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നിച്ച് എക്സാമ്പിൾസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഒരൊറ്റ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് അത് റിഫ്ലെക്സീവ് ആണോ, സിമ്മട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ എന്നൊക്കെ നോക്കാം. ഇപ്പോൾ റിഫ്ലെക്സീവിന് ഒരു എക്സാമ്പിൾ എടുത്തു, പിന്നെ അതേ എക്സാമ്പിൾ എടുത്ത് ട്രാൻസിറ്റീവ്, അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് കേട്ടോ. സെക്കൻഡ് ടൈപ്പ് ഓഫ് റിലേഷൻ അതെന്താണ്? സിമ്മട്രിക്. സിമ്മട്രിക് റിലേഷൻ എന്താണെന്നാണ് പറയുന്നത്. സിമ്മട്രിക് റിലേഷന്റെ ഡെഫിനിഷൻ ഇപ്പം എഗെയിൻ റിലേഷൻ ഓൺ സെറ്റ് എ എന്നല്ലേ നമ്മൾ പറഞ്ഞത്. ഒരു സെറ്റ് എയിൽ വരുന്ന റിലേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഈസ് സിമ്മട്രിക്. സിമ്മട്രിക് എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടീഷൻ ഇതാണ്: ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് ബി എ ബിലോങ്സ് ടു ആർ. അപ്പൊ ഇതിന്റെ മീനിങ് എന്താന്ന് പറയാൻ പറ്റും? എന്താ വരുന്നത്? നേരത്തെ നമ്മൾ എ ബിലോങ്സ് ടു ആർ ഫോർ എവരി എന്നൊക്കെ പറഞ്ഞ മീനിങ് കിട്ടിയല്ലോ. ഒരു എലമെന്റ് അതിനോട് തന്നെ റിലേറ്റഡ് ആണ്. ഇത് വേറെ നൊട്ടേഷൻ വൈസ് നമ്മൾ പറയുമ്പോൾ ഇഫ് എ ഈസ് റിലേറ്റഡ് ടു ബി implies B is related to A. അണ്ടർ ദ സെയിം റിലേഷൻ ആയിരിക്കണം. അതാണ് ഇവിടെ ആർ യൂസ് ചെയ്താൽ ഇവിടെ ആർ തന്നെ കേട്ടോ. ഒരു റിലേഷൻഷിപ്പ് എന്താണോ മെൻഷൻ ചെയ്ത അതിൽ എ ടു ബി ഉണ്ടെങ്കിൽ സെയിം ബി ടു എയും ഉണ്ടാവണം എന്നാണ് മീനിങ്. അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരു ഓർഡേർഡ് പെയർ ആറിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവണം? ബി എയും ഉണ്ടാവണം. എ ബി ഉണ്ടെങ്കിൽ ബി എയും ഉണ്ടാവണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെന്താണ് ആ ഡെഫിനിഷൻ എന്നുള്ളത് നമുക്ക് പ്രോബ്ലത്തിലൂടെ നോക്കാം. ഒരു എക്സാമ്പിള് നേരത്തെ പറഞ്ഞ സെയിം സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 2 3. സെയിം റിലേഷൻ എടുക്കും. ആർ ഈക്വൽ ടു 1 1 1 2 1 3 2 2 2 3 3 3. ഇതായിരുന്നു നമ്മൾ റിലേഷൻഷിപ്പ് എക്സാമ്പിൾ എഴുതിയത് അല്ലേ? ഇതിലൊന്ന് നോക്കൂ. നമ്മൾ 1 1 1 1 എന്ന് പറയുമ്പോൾ സെയിം എലമെന്റ് ആയതുകൊണ്ട് തിരിച്ച് 1 1 എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒരു മീനിങ് ഒന്നും വരുന്നില്ല. ഡിഫറെൻ്റ് ആയിട്ട് വരുന്നതാണ്. ചെക്ക് ചെയ്ത് നോക്കിയാലേ മനസ്സിലാവും. 1 2 ഈ 1 2 വരുന്നുണ്ട് ഇവിടെ. 1 2 വരുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ദെൻ ബി എ ഓൾസോ ബിലോങ്സ് ടു ആർ എന്നാണ്. അപ്പോൾ ഇവിടെ 1 2 ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വരണം? 2 1 വരണം. പക്ഷെ 2ൽ 2 1 ഇല്ല. 2 2 2 3 ഉള്ളൂ. അതുപോലെ തന്നെ 1 3 ഉണ്ടെങ്കിൽ 3 1ഉം വരണം. 1 2 ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്ക് എന്തും വരണം? 2 1ഉം വരണം. അപ്പോൾ 1 2 ഇസ് എൻ എലമെന്റ്. അപ്പോൾ ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ടോ? 1 2 ബിലോങ്സ് ടു ആർ ബട്ട് 2 1
does not belongs to R. So this is not symmetric. This is not symmetric. ഒരു എക്സാമ്പിൾ തന്നെ കൊണ്ടുവന്നാൽ മതി സിമെട്രിക് എന്നുള്ളതിന് കേട്ടോ. കൗണ്ടർ എക്സാമ്പിൾ ഇതിന് നമ്മൾ പറയാം കൗണ്ടർ എക്സാമ്പിൾ എന്നാണ്. കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ നോ എന്ന് കാണിക്കുന്ന ഒരു എക്സാമ്പിൾ കൊടുത്താൽ മതി. ഇപ്പോൾ 1 2 എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് 1 3 എടുത്തിട്ട് പറയേണ്ട ആവശ്യമില്ല. നെഗറ്റീവായിട്ട് ഒരാളെങ്കിലും ഉണ്ടായാൽ അത് നോട്ട് എന്നുള്ള കൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ കൗണ്ടർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ 1 2 മതി. പിന്നെ 1 3 എടുത്തിട്ട് വീണ്ടും പറയേണ്ട 2 3 എടുത്തിട്ട് അങ്ങനെ ആവശ്യം വരില്ല കേട്ടോ. ഇവിടെ നമ്മൾ 1 2 നോക്കിയപ്പോൾ 2 1 ഇല്ല. ദ റിലേഷൻ ഈസ് നോട്ട് സിമെട്രിക് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ സെയിം സെറ്റിൽ തന്നെ ഞാൻ വേറൊരു റിലേഷൻ പറയാണ്. R1 ഈക്വൽ ടു സെറ്റ് 1 2 2 1 മാത്രമുള്ള സെറ്റാണ്. ഈ റിലേഷൻ സിമെട്രിക് ആണ്. എന്താ റീസൺ? 1 2 എന്ന് പറയുന്ന മെമ്പറും ഉണ്ട്, അതിൻ്റെ റിവേഴ്സ് ഓർഡറിൽ 2 1 എന്ന് പറയുന്ന മെമ്പറും ഉണ്ട് അല്ലേ. അപ്പോൾ 1 2 വരുന്നുണ്ടെങ്കിൽ 2 1ഉം അവിടെ വരണം. അപ്പോൾ ഈ റിലേഷൻ സിമെട്രിക് ആണ്. അപ്പോൾ സിമെട്രിക് ആണെങ്കിൽ ഇത് റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് അല്ല. ഞാൻ സെയിം സെറ്റ് ആണ് കേട്ടോ പറയുന്നത്. A ഈക്വൽ ടു സെറ്റ് 1 2 3 ആണ്, സിമെട്രിക് ആണ്. ഇത് റിഫ്ലെക്സീവ് ആണോ എന്ന് ചോദിച്ചാൽ ആൻസർ ഉണ്ടോ? ഇത് റിഫ്ലെക്സീവ് അല്ല. എന്തുകൊണ്ടാ? ഈ 1 2 3 1 1 വരുന്നില്ല, 2 2 വരുന്നില്ല, 3 3 വരുന്നില്ല. ഇനിയിപ്പോൾ 1 1 ഇല്ല എന്ന് മാത്രം വന്നാൽ തന്നെ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും അങ്ങനെ റിലേഷൻ വേണം. ഇവിടെ 1 1 ഇല്ല, അതുകൊണ്ട് എന്ത് പറയാം? റിഫ്ലെക്സീവ് അല്ല. പക്ഷേ ഇത് സിമെട്രിക് ആണ്. എന്തുകൊണ്ടാ? 1 2 മെമ്പറാണ്, സോ 2 1ഉം മെമ്പറാണ്. 1 2 ബിലോങ്സ് ടു R1, 2 1 ബിലോങ്സ് ടു R1. കണ്ടോ? അപ്പോൾ സിമെട്രിക് ആണ് റിലേഷൻ. പക്ഷെ ഇതെന്തല്ല? റിഫ്ലെക്സീവ് അല്ല. റിഫ്ലെക്സീവ് സിമെട്രിക് എന്ന കൺസെപ്റ്റ് പറയുന്നില്ല. അപ്പോൾ 1 2 എക്സാമ്പിൾസ് കൂടി പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ സിബ്ലിംഗ് എന്ന് പറയുന്ന ഒരു റിലേഷൻ, സിബ്ലിംഗ് എന്ന് പറയുന്ന റിലേഷൻ നമുക്ക് സിമെട്രിക് ആയിട്ട് പറയാം. എന്തുകൊണ്ടാണ് സിബ്ലിംഗ് റിലേഷൻ സിമെട്രിക് ആവുന്നത്? ഇപ്പോൾ എ സിബ്ലിംഗ് ബി എന്ന് പറയുമ്പോൾ അത് എയും ബിയും സിബ്ലിങ്സ് ആണെന്ന് പറഞ്ഞാൽ എ ബി എന്നുള്ള പെയർ വരുന്നുണ്ടെങ്കിൽ ബി എ എന്ന് പറയുന്ന പെയറും അതിനകത്ത് വരും അല്ലേ. എ ഇസ് എ സിബ്ലിംഗ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ സിബ്ലിങ്സ് ആണല്ലോ വരുന്നത്. സിബ്ലിങ്സ് എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് നമുക്ക് സിമെട്രിക് ആക്കാൻ പറ്റും. കാരണം എന്താ? അവിടെ എ റിലേറ്റഡ് ടു ബി ആണെങ്കിൽ അതേ റിലേഷനിൽ ബി റിലേറ്റഡ് ടു എയും വരുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റുന്ന കേസാണ്. അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ സിബ്ലിംഗ് എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് സിമെട്രിക് ആണ്. അതുപോലെ തന്നെ നമ്മൾ ലൈൻസിൽ പാരലൽ ലൈൻസ് എന്ന് പറയുന്നതും പാരലൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് സിമെട്രിക് ആണ്. എന്തുകൊണ്ടാണ്? എ ഈസ് പാരലൽ ടു ബി എന്ന് പറഞ്ഞ അതേ കൺസെപ്റ്റ് ആണ്. ലൈൻ L1 ഈസ് പാരലൽ ടു ലൈൻ L2 ആണെങ്കിൽ ഷുവർ ആണ് തിരിച്ചും L2 ഈസ് പാരലൽ ടു L1 ആണ് അല്ലേ. അപ്പോൾ ഇവിടെ L1 L2 ബിലോങ്സ് ടു R എന്ന് വരുമ്പോൾ തിരിച്ച് L2 L1ഉം ബിലോങ്സ് ടു R ആണ്. അപ്പോൾ പാരലൽ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്തിലാണ് വരുന്നത്? സിമെട്രിക് എന്ന് പറയുന്ന റിലേഷനിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. സിമെട്രിക് റിലേഷനിൽ നമുക്ക് കുറേ വേർഡ്സ് തന്നെ നമുക്ക് നോക്കിയിട്ട് സിമെട്രിക് പറയാം കേട്ടോ. ഇപ്പോൾ വേറൊരു റിലേഷൻ ഇതിൽ തന്നെ തരട്ടെ. സിമെട്രിക്കിന്റെ ഡെഫിനേഷനിൽ ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നൊരു കേസ് ഉണ്ട്. അത് എപ്പോഴും കുട്ടികളെ ക്വസ്റ്റ്യൻ വരുമ്പോൾ തിരിച്ചു ചോദിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്ന് ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇവിടെ എന്താ പറയണമെന്ന് വെച്ചാൽ എ ഈക്വൽ ടു സെറ്റ് 1 2 3. ഇപ്പം ഞാൻ വേറൊരു റിലേഷൻ എഴുതാൻ പോവാണ്. R ഈക്വൽ ടു 1 1 2 2 3 3. ഇത് മാത്രമുള്ള റിലേഷൻ എടുക്കുന്നു. ഇപ്പം എ ഈക്വൽ ടു സെറ്റ് 1 2 3 എടുക്കുമ്പോൾ 1 1 ഉണ്ട്, 2 2 ഉണ്ട്, 3 3 ഉണ്ട്. അപ്പോൾ ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. കണ്ടോ? ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്. ഇനി ഇത് സിമെട്രിക് ആണോ എന്നുള്ളിടത്താണ് നമ്മൾ ഡെഫിനിഷൻ. ഇഫ് എ ബി ബിലോങ്സ് ടു ആർ ദെൻ ബി എ ബിലോങ്സ് ടു ആർ എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് ഇഫ് എ ഈസ് റിലേറ്റഡ് ടു ബി ദെൻ ബി ഈസ് റിലേറ്റഡ് ടു എ അണ്ടർ ദ സെയിം റിലേഷൻ ആണ് കേട്ടോ. റിലേറ്റഡ് ടു റിലേറ്റഡ് ഒന്നുമല്ല, സെയിം റിലേഷൻഷിപ്പിൽ വരണം അല്ലേ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുക 1 1 1 1 എന്ന് പറയുമ്പോൾ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ സെയിം എലമെന്റ്സ് ആകുമ്പോൾ നമുക്ക് ഈ സിമെട്രിസിറ്റിയിൽ പ്രത്യേകിച്ച് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1 1 ഉണ്ട് റിവേഴ്സ് ഓർഡറിലും 1 1, 2 2 ഉണ്ട് റിവേഴ്സ് ഓർഡറിലും 2 2, 3 3 ഉണ്ട്. അപ്പോൾ സെയിം എലമെന്റിൽ നമുക്കതൊരു പ്രശ്നമുള്ള കാര്യമല്ല. അപ്പോൾ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന ഇമേജസ് എലമെന്റ്സ് ഉണ്ടോ നോക്കുക. ഓർഡേർഡ് പെയേഴ്സ് ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മളൊരു ക്വസ്റ്റ്യൻ വന്നു എ ബി ഇല്ല, പിന്നെ ഇപ്പോൾ ബി എ ഉണ്ടാവേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഇവിടെ പറയുന്നത് എന്താ? ഇഫ് എ ബി ഈസ് എ മെമ്പർ ഓഫ് ആർ ദെൻ ബി എ ഈസ് എ മെമ്പർ ഓഫ് ആർ എന്ന് മാത്രമാണ് പറയുന്നത്. അങ്ങനെ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് വേറെ വരാത്തത് കൊണ്ട് ഈ റിലേഷൻ നമ്മൾ സിമെട്രിക് ആണെന്നാണ് പറയുന്നത് കേട്ടോ.
അപ്പോൾ അവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഇപ്പോൾ ഇവിടെ പറയാൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 1, 2 ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തിന്റെ പ്രശ്നം വരുന്നുള്ളൂ? 2, 1 അവിടെ വരേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഡിഫറന്റ് ആയിട്ട് ഒരു മെമ്പർ ഇല്ലാത്തതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല. ഇപ്പോൾ ഉള്ള മെമ്പറിൽ തന്നെ പറയാലോ 1, 1 റിവേഴ്സ് ഓർഡറിലും 1, 1, 2, 2 റിവേഴ്സ് ഓർഡറിലും 2, 2, 3, 3 റിവേഴ്സ് ഓർഡറിലും 3, 3. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് എന്തായി? സിമ്മട്രിക് ആണ്. അതാണ് ഞാൻ പറയുന്നത്. എ, ബി അവിടെ ഇല്ലല്ലോ. അപ്പോൾ ബിയെ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് സിമ്മട്രിക് അല്ലല്ലോ എന്നൊന്നും ചോദിക്കരുത്. എന്താണ് 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്. ഇത് സിമ്മട്രിക് ആണ്. അത് ഈ ഒരു കണ്ടീഷൻ നമ്മൾ എന്തുകൊണ്ടാണ് അപ്ലൈ ചെയ്യാത്തത്? അവിടെ ഒരു എ, ബി എന്ന ഡിഫറന്റ് ആയിട്ട് വരുന്ന മെമ്പേഴ്സ് അവിടെ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ഈ ഉള്ള മെമ്പേഴ്സിൽ ഇത് സിമ്മട്രിക് ആണ് കേട്ടോ. അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ വരുള്ളൂ എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കരുത്. ചില എക്സാമ്പിൾ ഡിഫറന്റ് ആയിട്ട് വരുന്ന ഇല്ലാത്തതിന് ഒരു എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞത്. ഈ റിലേഷൻ സിമ്മട്രിക് ആണ്. അപ്പോൾ സിമ്മട്രിക് എന്താണെന്ന് മനസ്സിലായോ? അപ്പോൾ സിമ്മട്രിക് റിലേഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ? സിമ്മട്രിക്കും റിഫ്ലെക്സീവ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നിങ്ങൾ ഇത് പഠിച്ചു വരിക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ട്രാൻസിറ്റീവ് റിലേഷൻ വരുന്നുണ്ട്. ട്രാൻസിറ്റീവ് റിലേഷനിൽ എന്താണ് കണ്ടീഷൻ നോക്കുക. ഇനി ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആണെങ്കിലേ നമ്മൾ ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുള്ളൂ കേട്ടോ. അപ്പോൾ റിഫ്ലെക്സീവ്, സിമ്മട്രിക് നെക്സ്റ്റ് ക്ലാസ് ആകുമ്പോഴേക്കും പഠിച്ചു വരിക. എന്നിട്ട് നമുക്ക് നോക്കാം. ഈ സിമ്മട്രിയുടെ ഞാൻ ലാസ്റ്റ് പറഞ്ഞ പ്രത്യേകം ശ്രദ്ധിക്കണേ. ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കേസിലാണ് നമ്മൾ തിരിച്ച് ബി എ എന്നുള്ള രീതിയിൽ പറയുന്നത്. അതല്ലാതെ ഇപ്പോൾ ഇപ്പോഴത്തെ ലാസ്റ്റ് എക്സാമ്പിൾ സിമ്മട്രിക് ആണ് കേട്ടോ. അതൊന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചു വരാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ട്രാൻസിറ്റീവും കൂടി പഠിച്ചിട്ട് ഒന്നിച്ച് നമുക്ക് എക്സാമ്പിൾസ് ചെയ്യാം.